എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്താണ് ഈ കാറിനകത്ത് രാത്രി ലൈറ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇന്നത്തെ ദിവസത്തിനല്ല സത്യം പറഞ്ഞ പ്രത്യേകത, നാളത്തെ ദിവസത്തിനാണ് നമുക്ക് പ്രത്യേകതയുള്ളത്. പക്ഷേ എന്നാലും ഇന്നത്തെ ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് 22 നവംബർ. നാളത്തെ ദിവസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെയാണ് 23 നവംബർ. എന്താണ് 23 നവംബറിന്റെ പ്രത്യേകത? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സാറോക്കറിന്റെ ബർത്ത്ഡേ. അപ്പം അതായത് നാളുകളായി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് നവംബർ 21 എന്ന് പറയുന്നത്. അപ്പം നാളെ അങ്ങനത്തെ ഒരു ദിവസമായതുകൊണ്ട് നമ്മൾ നാളെ നവംബർ 23 ശനിയാഴ്ചയാണ്, ഹോളിഡേ ആണ്. അപ്പം എന്തായാലും അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്ക് എന്തായാലും ഉറപ്പാണ്. കാരണം അതിനകത്തൊരു പ്രത്യേകിച്ച് ഒരു വോ ഫാക്ടർ ഇല്ല. കാരണം അവളുടെ ബർത്ത്ഡേ ആണ്, അത് സെലിബ്രേറ്റ് എന്നുള്ള കാര്യം അവർക്ക് എന്തായാലും ഉറപ്പാണ്. പക്ഷേ അവിടാണ് നമ്മുടെ ട്വിസ്റ്റ്. അപ്പം നമ്മൾ എന്നാ പിന്നെ വിചാരിച്ചു ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, എല്ലാവരും വീട്ടിൽ വന്നു. അപ്പോൾ നമുക്ക് വിചാരിച്ചു നമ്മൾ ഇന്ന് രാത്രി അങ്ങ് പോകുന്നു. ഇന്ന് രാത്രി പോയി സർപ്രൈസ് കൊടുത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം ഇതാ വ്ളോഗാണ്. ഇതിനകത്ത് എന്തുമാത്രം കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുമെന്നോ അവൾ സർപ്രൈസ് ആകുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കാൻ ശ്രമിക്കും, അവൾ സർപ്രൈസ് ആക്കാൻ ശ്രമിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, ടോം തോമസ് ഉണ്ട്, രാഹുൽ ബാബ്സ് ഉണ്ട്, റിയ ബോയ്റ്റ് ഉണ്ട്, ശ്രീകുമാർ ഉണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ട് പിന്നെ അവളുടെ വീട്ടിൽ തങ്കുട്ടി ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ കട്ട സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കുന്ന തങ്കുട്ടിയും അപ്പനും അമ്മയും എല്ലാവരും ഉണ്ട്. അപ്പം അവളുടെ വീട്ടിലേക്ക് അറിയാം കേട്ടോ, അവർക്ക് മാത്രമേ അറിയാത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഇറങ്ങി. ഇപ്പം സമയം 9 മണിയായി. ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഇനിയിപ്പം ഓരോരുത്തരാഴ്ച പിക്ക് ചെയ്യണം, കേക്ക് മേടിക്കണം, കുറേ പരിപാടിയുണ്ട്. അങ്ങനെ അതിൻ്റെ വ്ളോഗാണിത്. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് വരുന്ന വഴി കാണാം. അപ്പം ഈ വീഡിയോ സ്പെഷ്യലായിട്ട് സെറോക്കുരിയുടെ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഹാപ്പി ബർത്ത്ഡേ സെറോക്കുരിയ, ഹാപ്പി 23. ഒരു അടിപൊളി വർഷമായിരിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് ബാക്കി വരുന്നിട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. തങ്കുട്ടിയുടെ വകയുള്ള കേക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കേക്കൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഓരോരുത്തരെ ആയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം. സോ ഓവർ ടു ദാറ്റ് പ്ലീസ്. ഹായ് ഗായ്സ്, നമ്മളങ്ങനെ പാർവതി നിലയത്തിൽ വന്നിരിക്കുകയാണ്. അത് കണ്ടോ പാർവതി നിലയല്ല കേട്ടോ, പാർവതി മന്ദിരം. പാർവതിയെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. ആരില്ല ഫ്ലാഷ് അടിച്ച്. എൻ്റെ ഫോണിന് അത്ര വലിയ ക്ലാരിറ്റി. ഗൈസ്, രാഹുൽ ബാബ്സിനെ കിട്ടിയിട്ടുണ്ട്. മുതേ അവളെ കണ്ടിട്ട് കുറെ കാളെ വ്ളോഗിലൊക്കെ. ശ്രീകുമാറിനെ കിട്ടിയിട്ടുണ്ട്. രാഹുൽ ബാബ്സിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചുപേരെ ശ്രീകുമാറിനെ കിട്ടി, രാഹുൽ ബാബ്സിനെ കിട്ടി. പാർവതി പ്രദീപിന് പണിയുണ്ട്, അതുകൊണ്ട് അതെ അതുകൊണ്ട് കുറച്ച് ബിസിയാ. അപ്പം ഗൈസ്, അപ്പൊ നമ്മൾ ഇവരെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ടോമണനെ പിക്ക് ചെയ്യാൻ വേണം. അതെ ടോമണന്റെ മടയെന്ന് ഞങ്ങൾ വിളിച്ചിറക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ശോശി എന്തെങ്കിലും 2 അക്ഷരം സംസാരിക്കൂ ഗൈസ്. ശേഷകുമാർ സ്ഥിരം ഇങ്ങനെ. ശേഷകുമാർ വിഷ് ചെയ്യ്. ആർക്കാ ഈ വ്ളോഗ്? എന്താണെങ്കിലും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അത്രേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, എന്നെ കാണിക്കണ്ട ഗൈസ്, ഞാൻ കാണിച്ചതാ ഗൈസ്. വേണ്ട ഗായ്സ്. ഓക്കെ ബൈ ഗായ്സ്. ഗായ്സ്, അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ടോമണ്ണന്റെ പുലിമടയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അഴിമുഖം ബംഗ്ലാവിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല, ടോമിന്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. ഞങ്ങൾ വെറുതെ പറയുന്ന അഴിമുഖം ബംഗ്ലാവ് എന്നൊക്കെ. അപ്പം ലൈറ്റ് ഇവിടെ മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ട്, നമുക്ക് സൗണ്ട് ഇല്ല, ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ശ്രീകുമാറാണ്. കണ്ടോ, കൊത്തി ജലിച്ച് നിൽക്കുന്നു. അപ്പൊ നമ്മൾ ടോം തോമസിനെ വിളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ടോം തോമസിന്റെ മറ്റേ എന്താ പറയാ, ടോം തോംസൺ ചിരിച്ച് കളിച്ച് നടന്ന സ്ഥലം
പുറത്തൂടാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. വാഴപ്പള്ളി അമ്പലത്തിന്റെ ഫ്രണ്ടിലുള്ള വഴി കൂടെയൊക്കെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ സാരഥി രാഹുൽ ബാബ്സ് ആണ് ഇന്ന്. അപ്പം നമ്മൾ ടോം തോംസിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ടോം തോംസിനെ വീട്ടിൽ നിന്ന് ടോം തോംസിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റിയാബിലിറ്റിനെ പിക്ക് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാണിക്കണം, നിങ്ങളെല്ലാം ഞാൻ കാണിക്കും, എല്ലാം ഞാൻ കാണിക്കും. ഇതിനായിട്ട് മെയിൻ കാര്യം സേറാറേബ് അറിയാതെ വീട്ടിൽ കയറണ്ട, വീട്ടിന്റെ മുറ്റത്ത് കയറി എല്ലാം സെറ്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഇപ്പൊ എങ്ങനെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഞങ്ങൾ കുറെ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ കുറെ കാര്യം സിമ്പിൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പൂത്തിരി മേടിച്ചിട്ടുണ്ട്, കമ്പിത്തിരി മേടിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ മറ്റേ പീഡിപടക്കത്തിന്റെ ഒരു മാല മേടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, എന്താവും എന്നൊന്നും അന്നും അറിയത്തില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ നടക്കും ഈ വ്ളോഗ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും. അതെ, എന്തായാലും സർപ്രൈസ് ആവുമെന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് സെറ പറഞ്ഞ് ഞാൻ ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങും കേട്ടോ എന്നൊക്കെയാണ്. ടോം തോംസിനൊക്കെ ഒരു കിടിലം മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ സെറവിനെ പറ്റിക്കാൻ വേണ്ടി കുറെ സംഭവമാണ്. ടോം തോംസിനുമായിട്ട് സിനിമയ്ക്ക് പോകുന്നൊക്കെയാണ് സെറവയോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നൊന്നും നമുക്ക് അറിയത്തില്ല. എല്ലാം വരുന്നത് നമ്മളിപ്പോ ടോം തോംസിന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്താറായി. ടോം തോംസിനെ കാണിക്കാം. അപ്പൊ ഓക്കെ, അപ്പം ബാക്കിയൊക്കെ വരുന്ന വഴിക്ക് നമുക്കെല്ലാം കാണാം. എല്ലാം സാവധാനമായിട്ടെല്ലാം കാണാം. നമ്മൾ ടോം തോംസിന്റെ വീട്ടിലെത്തി. സുകുമാർ ഇരിപ്പിടം ഉറപ്പിച്ചു. ഇരിപ്പിടം ഉറപ്പിച്ചു. നമ്മൾ ടോം തോംസിന്റെ ഗ്ലാൻസ് ഉണ്ടോ നോക്ക്. ഞങ്ങളുടെ മറ്റേ കാണാമല്ലോ, ഇപ്പുറത്തെ ക്രിസ്റ്റോ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ വാഹനം ഇതും ഞങ്ങളുടെ ഇന്നത്തെ പ്രിയപ്പെട്ട വാഹനങ്ങളാണ്. ഞങ്ങൾ എല്ലാ ആഴ്ചയും ടീച്ചേഴ്സിൽ എത്തിക്കുകയും കണ്ടിട്ടില്ലെന്ന്. അതെ, നോക്കൂ ഇതാരായി വന്നിരിക്കുന്നതെന്ന്. ടോം തോംസ് അല്ല, അത് ടോം തോംസ് ഇന്നേ വരുന്നുള്ളൂ. ടോം തോംസിന് നാളെ കുറച്ച് കൺസൈൻമെന്റ്സ് ഉള്ളതുകൊണ്ട് നാളത്തെ പരിപാടിക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട്. ടോം തോംസൺ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇന്ന് നമ്മള് വർഷങ്ങളോളം കാത്തിരുന്ന ആ ഒരു സുദിനം. ഞാനും ബ്ലോഗിൽ പറഞ്ഞു, ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ദിവസം സിനിമയ്ക്ക് പോകുന്നതാണ്. ഞാൻ നാട്ടിൽ ബ്ലോഗിൽ പോകുന്നത്. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മൾ ടോം തോംസ് ഒരു വിഷ് എന്റെ ഹാപ്പി ബർത്ത്ഡേ സർ റബ്ബ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ ഗൈസ്, ബാക്കി നമുക്ക് വരുന്നത് കാണാം. എവിടെ റിയാബിൽ? Hi guys, the background song was by Rahul Babu. ഇങ്ങനെ പോയി നോക്കൂ, ഒരാൾ ബാഗ് എടുത്ത് നിക്കുന്നത് ആരാന്ന്? അവളുടെ ഫ്രണ്ടിൽ കയറാൻ പറ. അങ്ങനെ നമ്മൾ ടോം തോംസിനെ പിക്ക് ചെയ്തു, ശ്രീമാറിനെ പിക്ക് ചെയ്തു, രാഹുൽ ബാബ്സിനെ പിക്ക് ചെയ്തു. അയ്യോ, റിയാബിലിറ്റിനെ പിക്ക് ചെയ്തേ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം സെറബിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി യാത്ര ആവുകയാണ്. അതിന് മുമ്പ് നമ്മൾ എന്തെടുക്കാൻ പോവാണ് ഗൈസ്? ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടെ കഴിക്കുന്നത്? ടോം തോംസ് ആണ് നമ്മുടെ ഫുഡ് സാരഥി. പറയും ടോം തോംസ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുന്ന കാണിച്ചു തരാം. ബൈ. നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു 23യുടെ ഫോയിൽ ബലൂൺ ഉണ്ട്. സോ നമുക്ക് 23 ഇയേഴ്സ് ആവുന്നതുകൊണ്ട് നമ്മൾ 23യുടെ ഫോയിൽ ബലൂൺ വീർപ്പിച്ച് നമ്മളത് 23ാമത്തെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായിട്ട് 23 വയസ്സാകുന്നത് സെറബയ്ക്കായത് കൊണ്ട് നമ്മൾ 23 ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണ്. സോ അപ്പം നമ്മൾ അത് വീർപ്പിക്കുന്നു, നമ്മളവിടെ ചെല്ലുന്നു. ചെന്ന് കഴിയുമ്പോൾ പടക്കമുണ്ട്, നമ്മുടെ മറ്റേ മത്താപ്പുണ്ട്, ഇങ്ങനെ കത്തിച്ചിട്ട് പൂത്തിരി അല്ല, അത് പുത്തിരി എന്ന് പറയാൻ പറ്റും, നമ്മുടെ കമ്പിത്തിരി. അതല്ല മത്താപ്പൂണ്ട്, അത് മത്താപ്പൂവേ മുത്തപ്പൂഴിച്ചോട്ടെ ആ പാട്ട്. ആ മത്താപ്പൂ ഇങ്ങനെ വെക്കുന്നു. നമ്മുടെ നമ്മുടെ പടക്കം വാങ്ങിച്ചപ്പോ ആ ചേട്ടൻ പ്രത്യേകം പറഞ്ഞു കമ്പിത്തിരി വെച്ച് മാത്രമേ അത് കത്തിക്കാവുള്ളൂ. നമ്മള്
അതുകൊണ്ട് നമ്മൾ ആ കമ്പിത്തിരി കത്തിച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് 2 എണ്ണം, നമ്മുടെ പാക്കറ്റിൽ 10 എണ്ണം ഉണ്ട്. സോ നമ്മൾ 2 എണ്ണം കത്തിച്ചിട്ട് അത് ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ നമ്മൾ അവളെ വിളിച്ചിറക്കുന്നത് നമ്മുടെ മറ്റേ വീടിപ്പടക്കം ഉണ്ടല്ലോ, കുഞ്ഞു വീടിപ്പടക്കമുണ്ട്. സോ കുഞ്ഞു വീടിപ്പടക്കം വെച്ചിട്ട് നമ്മൾ ഇത് കത്തിച്ചിട്ട് എറിയുമ്പോൾ സൗണ്ട് വെക്കില്ല, സൗണ്ട് ഇട്ട് ഇറക്കി വരുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ആ മത്താപ്പൊക്കെ കത്തിച്ച് ഇങ്ങനെ 23 വെച്ച് കേക്കൊക്കെ കാണിച്ച് സർപ്രൈസ് പറഞ്ഞ് ചെല്ലുന്നു. ഇതാണ് നമ്മുടെ പ്ലാൻ. എന്നിട്ട് അവളെ നല്ല ഡ്രസ്സ് ഇടാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് നമ്മളവിടെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ വെച്ചിട്ട് മുറിക്കാനൊക്കെയാണ് നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ. പക്ഷെ ഇതെന്തോരം നടക്കും എന്ന് നമുക്ക് അറിയില്ല. ബട്ട് നമുക്ക് നല്ലോണം ട്രൈ ചെയ്യാം അല്ലേ? നമ്മുടെ പറഞ്ഞ പ്ലാൻ എന്താ നടക്കും നമുക്ക് അറിയില്ല. നല്ല ഐഡിയ ഉണ്ട്. ഓറയിൽ മാലപ്പടക്കം തൂക്കിയിടുന്നു, ശരവനെ കൊട്ടി വിളിക്കുന്നു, ഇറങ്ങുമ്പോ കത്തിക്കുന്നു, ഇറങ്ങി വരുമ്പോ പടക്ക് 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 പടക്ക്. 23 ബർത്ത് ആനിവേഴ്സറി നമുക്ക് ആഘോഷിക്കുന്നത്. രാഹുൽ ബാബ്സിന്റെ പുതിയൊരു ഐഡിയ. 23 കുറെ ഉണ്ട്, കുറെ മാലകളോ കുറെ ഉണ്ട്. 23 എണ്ണം നമുക്ക് 23 എണ്ണം പൊട്ടിക്കാം. നാട്ടുകാർ മൊത്തം തുറന്നിരിക്കാൻ മതിയായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഐഡിയാസ്. ഇതിനകത്ത് എന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. എന്തൊക്കെ സംഭവിക്കുന്നത് കാണാം. അപ്പൊ ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി മെറാശ വന്നിരിക്കുക. ഇത് കാണിച്ചുതരാം. പോലീസോടെ പൊട്ടിക്കാൻ പോകും. പൊട്ടി. ഹായ് ഗായ്സ്, ഇപ്പൊ നമ്മൾ മെറാസിൽ പോയി ഫുഡൊക്കെ അടിച്ച് അതെ നമ്മളിപ്പോ എവിടെ വന്നിരിക്കുക? പെനി ഐസ് കാൻഡി കഴിക്കാൻ വന്നിരിക്കുക. എന്നിട്ട് നമ്മളെവിടെ പോകും? യെസ്. അപ്പൊ നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ്? ഐസ്ക്രീം കഴിക്കുക. അതാണ്. ഹൈ ഗൈസ്, ബൈ ഗൈസ്. ഇവിടെ അതെ ഇവിടെ 2 വീർപ്പിച്ചു. അടുത്ത ടോം തോംസൺ ശക്തമായിട്ട് 3 വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വേതാശ്രീകുമാർ അതിന് ഇടക്കൂടെ ഒരു കൗണ്ടർ അടിക്കാൻ നോക്കി. എന്തുവണ്ണ കൊറേ നേരം ആയല്ലോ. ശ്വേതാശ്രീകുമാർ എന്തോ ചെയ്ത് വേറെ എവിടെ തൊളയിട്ട് വെറുപ്പിക്കാണ് ഗൈസ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ എത്ര മണിയായെന്ന് ചോദിച്ചാൽ 11 മണിയായി. അതെ, 11 മണി, രാത്രി 11 മണി. ചെന്നിട്ട് നമുക്ക് ഞങ്ങൾ സാധാരണ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് രാത്രി നീച്ചിട്ട് ശരിക്കും നോ അല്ല നോക്കാം. ഒരു മിനിറ്റ് ഗൈസ്, നോക്കിട്ട് ഗൈസ് പേടിപ്പിച്ചു കളഞ്ഞു. വീർക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ വീർത്തു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മള് രാത്രിയില് മറ്റേ ഗൂഗിൾ മീറ്റ് ഒക്കെ ഇട്ട് നമ്മള് വിഷ് ചെയ്യാൻ വേണ്ടി കോളൊക്കെ ചെയ്യാറുണ്ട്. സോ അപ്പൊ നമ്മൾ ഇന്ന് നമ്മളവിടെ ചെല്ലുവാണല്ലോ, നേരിട്ട് ചെല്ലുവാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ മീറ്റിട്ട് നേരത്തെ കയറ്റാം. ലൈക്ക് 12 മണിക്ക് മുന്നേ നേരത്തെ കയറ്റാം. നമുക്ക് ഉറക്കം വരുന്നു, എല്ലാവർക്കും ക്ഷീണമാണ്, ഉറക്കം വരും എന്നൊക്കെ പറഞ്ഞ് നേരത്തെ കയറ്റാം. ശ്വേതാ ശ്രീകുമാർ സെറബെ ഫോം വിളിച്ച് എല്ലാവരും ഉറങ്ങാൻ പോകുകയാണെന്ന് പറഞ്ഞ് കയറ്റണം. അല്ല നമുക്ക് നേരത്തെ കയറി നീ ഒന്ന് കേറാൻ പറഞ്ഞു വിളിച്ചതാണ്. നമ്മള് കോൾ ഇട്ടിട്ടുണ്ട്, ബാ കയറെന്ന് പറഞ്ഞിട്ട് വിളിക്കണം. എനിക്ക് നേരത്തെ വിളിക്കാനല്ല, 12 മണി നമുക്ക് ഇരിക്കാം, ചുമ്മാ സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞാൽ കയറ്റിക്കോണം. അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ പ്ലാൻ. അതെ, നമുക്ക് പ്ലാൻ ചെയ്തതിന് നമുക്ക് ടാക്സ് കൊടുക്കണ്ടല്ലോ. അതെ, അത്രേ ഉള്ളൂ. ബാക്കി അവിടെ
മൊത്തം എന്ത് എല്ലാരും എന്ത് ഇങ്ങ് വാ. ഫ്ലാഷ് മൊത്തം ടടാ ടടാ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളിത് അങ്ങനെ സാറബയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതേ ശേഷകുമാറിനെ കാണത്തില്ലെന്ന്. ആ രാഹുൽ ബാബുസിനെ ഒന്ന് കാണിച്ചേ. ഇവിടുന്ന് എല്ലാ സെറ്റ്. റിയാ ബേറ്റിനെ ഒന്ന് കാണിച്ചേക്ക്. ഓക്കെ. അപ്പൊ ഇതേ നമ്മള് സാറബയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് പറയത്തില്ല. വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇതിനകത്ത് അവള് സർപ്രൈസ് ആകുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഇറക്കുവാണ്. എന്തുമാത്രം വർക്കൗട്ട് ആകുമെന്ന് ഒന്നും അറിയത്തില്ല. അതൊന്നും കുഴപ്പമില്ല. എന്തുമാത്രം വർക്കൗട്ട് ആകുമെന്ന് ഒന്നും അറിയത്തില്ല. എല്ലാം നോക്കാൻ പോവാ. അപ്പൊ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് സാർ റബിയുടെ 23rd ബർത്ത്ഡേക്ക് സാർ റബിക്ക് കൊടുക്കുന്ന സർപ്രൈസ് അല്ലേ? യെസ് ഗായ്സ്. 23 എന്തി ബാബ്സ് 3. അപ്പൊ ഓക്കെ അപ്പൊ ഗൈസ് നമുക്ക് ബാക്കിയെല്ലാം വരുന്നത് വെച്ച് കാണാം ഗൈസ്. ഓക്കെ തരാ. കുറവാസൊക്കെ ഗൈസ്. ഞാൻ കുറുവാ സംഘത്തിലെ മൂപ്പത്തിടെ കാണിച്ചേ. മൂപ്പത്തിന് കാണിച്ചു. നമ്മളിപ്പം SRK സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് എല്ലാവരും. അണ്ട് എന്തൊക്കെ ചെയ്യാന്ന് ഇതാ ഒരാൾ 23 പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, ഒരാൾ പടക്കങ്ങളുടെ പ്രിപ്പറേഷനാണ്. പൂത്തിരി, കമ്പത്തിരി, മത്താപ്പൂ എല്ലാ അതിന്റെ ഉള്ള പ്രിപ്പറേഷനില്ല. ഞാനും മിണ്ടരുത്. സേറബ അവിടെ ഇരിപ്പുണ്ട്. നമ്മളൊരു വെടിക്കെട്ട് സർപ്രൈസാ പ്ലാൻ ചെയ്തിരിക്കും. ഇതേവരെ ഹിസ്റ്ററിയില് അങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല. അതിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പർ ആകാൻ പോകുന്നത് നമ്മളെ സ്വന്തം SRK ആണ്. അപ്പം ബാക്കി അകത്തത് പിന്നെ അങ്ങോട്ടറിയണേ. ഇത് കത്തിക്കൊണ്ടിരിക്കുകയാണേ. എടി അവളെ കൊണ്ട് കത്തിപ്പിടി. അവിടെ പോയി എനിക്ക്
കിട്ടാൻ വേണ്ടിയത്. എടി ആ കത്തിക്കടി. അതാണ് കത്തിക്കില്ലെങ്കിൽ എടുത്തേ. ആണ്ട് എടി ഇത് കത്തിക്ക്, ഇത് കത്തിക്ക്. വേറെ ഉണ്ടോ? വിളിച്ച് ഇത് എടുക്കുവോ? വേറെ കൊണ്ടിട്ടിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സാറ് ബർത്ത്ഡേ? ലൈക്ക് എങ്ങനെ ഇതുവരെ എങ്ങനെ ഉണ്ട് ബർത്ത്ഡേ? എല്ലാം വളരെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നോ? എല്ലാം അതുപോലെ തന്നെ നടന്നു. എല്ലാം അതുപോലെ നടന്നു. വ്ലോഗിനകത്ത് കാണാം. ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് നടന്നത് ഒന്ന് തന്നെയാണ്. നമുക്കിടെ എന്താണ് പറയാനുള്ളത്? അടിപൊളി. ഇതുവരെ കൊള്ളാം. അതെ, നീ വളരെ വളരെ ശരി. ആ സെൽഫി വീഡിയോ എടുക്കുവാണ്. നീ എന്ത് വിചാരിച്ചാൽ ഞാൻ ലോകം ഉണ്ടായിരുന്നുണ്ട്. നീ കാണിക്കുന്നു. ഒന്നുകൂടെ പറ. John Thompson is the world's best. വേണ്ട. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ സർബ, ഹാപ്പി ബർത്ത്ഡേ ടു യു. സർബ 22 എപ്പോഴാണ് ഉണ്ടായേ? 23-ാം തീയതി വൈകുന്നേരമാണ്. അന്നാണ് അതിലെടുത്തത്. അത് കഴിക്കാൻ പോയത്. പക്ഷെ അതിനെക്കാട്ടി മെമ്മറി ഇല്ല ആ കേട്ടതൊക്കെ. ആദ്യമായി എടുത്ത് അതെ. ആ കൊച്ചാ കേക്ക് വാങ്ങിച്ചത്. ആ കുഴപ്പമില്ല, ഒന്നും കത്തിക്കാം. അല്ല ഇവിടെ ഈ ഡ്രസ് രണ്ട് പിള്ളേരും അടുത്തടുത്ത് വന്നേ. പിടിച്ചു. എട്ടുണ്ടെന്ന് നോക്കിട്ട് എന്റെ ഹൃദയം അതെനിക്ക് ഇത്രയായിട്ട് മുറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം രണ്ടായിട്ട് ഹൃദയത്തിന്റെ ഷേപ്പിലാണ് എടുക്കട്ടെ. അടുത്ത ഹൃദയം മൂന്നായിട്ട് മുറിക്കാൻ പോകുക. വാടാ നീ കൊടുത്തു.
എന്റെ മുത്തുമണിയും എന്റെ ചങ്കിലുണ്ണയും എന്റെ ഹൃദയെടുപ്പുമായ മുത്ത എന്നെ ഇത്ര പൊക്കിയില്ല കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് ആയോ? ഞാൻ ഓർക്കത്തില്ലായിരുന്നു. ഒരു 11 വരെ ഞാൻ എഴുന്നേറ്റിരുന്നു. പിന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. നോക്കിയപ്പോ തങ്കുട്ടി എന്തൊക്കെയോ വേറെ കേട്ട് ഓടി വന്നപ്പോൾ എന്തൊക്കെയോ അടുത്ത വർഷം കെട്ടിക്കേണ്ടതാണ് കുട്ടികളെ. ഒരു പശുവിനെ കെട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ സെറവയ്ക്ക് സർപ്രൈസ് ഒക്കെ എടുത്തു. അവള് സർപ്രൈസ് ഒക്കെ ആയി ഫോട്ടോ ഒക്കെ എടുത്തു, കേക്കൊക്കെ മുറിച്ചു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ പതിയെ ഇവിടുന്ന് പിരിയും. റിയ ബ്രിജിറ്റും ശ്വേശ്രീമാർ ഇവിടെ സ്റ്റേ ആണ്. ഞങ്ങൾ അവരുടെ ബാഗൊക്കെ കൊണ്ട് കൊടുക്കണം ഇപ്പം. അപ്പോൾ അതേ കാറെടുത്തിട്ട് വീട്ടിൽ കാർ ഞങ്ങൾ നീക്കിയിട്ടിരുന്നേ. ഇപ്പോൾ കാറെടുത്ത് അവിടെ കൊണ്ടുപോയി ഇട്ടിട്ട് അവരുടെ സാധനമൊക്കെ എടുത്തു കൊടുത്ത് സെറവയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങണം. പ്ലാൻ സക്സസ്ഫുള്ളി നടന്നു. അവൾ ഹാപ്പിയായി, ഞാനും ഹാപ്പി, ഞങ്ങളെല്ലാവരും ഹാപ്പി, എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾ കാണുന്നവരെ അഭിപ്രായം പറയും. കമന്റ് സെക്ഷനിൽ നന്നായിട്ട് പറയും. വെൽക്കം ബാക്ക് ടു ഡേ 2. അപ്പോൾ ഇന്നലെ നമ്മൾ സർപ്രൈസ് ആയി കൊടുത്തു. രാത്രി പോയി, ആൾ ഹാപ്പി ആയിരുന്നു. പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പിന്നെ തിരിച്ചു തിരികെയാണ്. ഇന്നാണ് ശരിക്കും ബർത്ത്ഡേ കേട്ടോ. അപ്പം പിന്നെ ഹാപ്പി ബർത്ത്ഡേ സെറവ. അപ്പോൾ ഞാൻ ഇവിടെ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ ഒരു പ്രശ്നം, ജസ്റ്റ് ബൈക്ക് അടച്ചിട്ടിരിക്കും. 10 മണിക്ക് തുറക്കത്തുള്ളൂ. ഇപ്പം സമയം 9:30 ആയുള്ളൂ. പക്ഷെ ഞാൻ ചോദിച്ചു നോക്കട്ടെ കിട്ടുമെന്ന്. അപ്പം കേക്ക് മേടിക്കണം. പിന്നെ പാർവതീനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ കോളേജിന് അവിടെ പോയി കേക്ക് കട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. കേക്ക് കട്ട് ചെയ്തിട്ട്
എന്നിട്ട് നമുക്ക് 11 മണിക്ക് സിനിമ കാണാൻ പോകും. അത് സെറവയ്ക്ക് അറിയത്തില്ല 11 മണിക്ക് സിനിമ കാണുന്ന കാര്യം. നമ്മൾ സൂക്ഷ്മദർശിനിയാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ. പിന്നെ ഫുഡ് അടിക്കാൻ പോകണം ഉച്ചയ്ക്ക്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ. അപ്പം ഇതൊക്കെ സമയത്ത് നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഫസ്റ്റ് പീരീഡ് തന്നെ പാളിയില്ല. കേക്ക് ഇതുമായിട്ട് സെൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. നോക്കട്ടെ, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. അപ്പം ബാക്കി കാണാം. പ്ലീസ്. അപ്പോൾ ഗൈസ് നമുക്ക് ദൈവം സഹായിച്ചിട്ട് കേക്ക് കിട്ടി. ഞാൻ അവിടെ ചെന്ന് അവിടെ ഒരു ചേട്ടൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ കേക്ക് മോനെ ഷോപ്പ് തോന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഒരു കേക്കിന് വേണ്ടി വന്നതാ. പുള്ളി പറഞ്ഞു എന്നാ തരാന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ. അതുകൊണ്ട് കേക്ക് സെറ്റായി. കേക്കെല്ലാം സെറ്റ്. കേക്ക് പുറകിൽ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പാർവതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. പാർവതി ഇപ്പം എത്തുമെന്ന് പറഞ്ഞു. പാർവതി പിക്ക് ചെയ്തിട്ട് പോകണം. സമയം 9:15. ഓരോ സാഹചര്യങ്ങളിലും ഞാൻ നിങ്ങളെ സമയം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ സെറ്റായി. ഇനിയിപ്പം നേരെ പാർവതി പിക്ക് ചെയ്തിട്ട് കോളേജിനെ കൊണ്ട് പോകണം. അതാണ് പ്ലാൻസ്. അപ്പം ബാക്കി കാണാവേ. ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ വ്ളോഗ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്ത് റെസ്യൂം ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ. മോനെ ഞാൻ കണ്ടില്ലടാ അത്. സാറന്മാർ ഗൈസ് മാർ അവളെ നയ വറക്കട്ടെ. ഇതിന് മുമ്പിൽ കൂടെ പോയാലും ക്യാൻറ്റീൻ പോയി. അയ്യോ, നമ്മുടെ ക്യാൻറ്റീൻ എല്ലാ ദിവസവും വന്ന് ചോറിനുണ്ടിരുന്ന സ്ഥലം. അകത്താ ഇപ്പൊ ഗെയ്സ് ക്യാൻറ്റീൻ. ഷെറബ എന്തായി 23rd ബർത്ത്ഡേക്ക് സ്പെഷ്യാലിറ്റി? അത്രേ ഉള്ളു. അതെ 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 അതെ, വിഷയം തന്നെ. അപ്പം ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ കോളേജിന്റെ ഫ്രണ്ടിലെത്തി. പിന്നെന്താണ്, ഷെറബയ്ക്ക് പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും ഇല്ല അല്ലേ ഷെറബ? പ്രത്യേകിച്ച് അതെ 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 അതെ. അപ്പൊ നമ്മൾ കോളേജിന്റെ ഫ്രണ്ടിലെത്തി. അതേ ഒരു ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. പിന്നെ വേറെ എന്താ, വേറെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇനിയും ഞാൻ പറഞ്ഞ പോലെ അതൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റ് ചെയ്യണം. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്നു. കോളേജിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോളേജിൽ പുറത്തുനിന്നാണ് 2 കാര്യങ്ങൾ. പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഒരു പുതിയ പാലം വന്നിട്ടുണ്ട് കോളേജിൽ. പിന്നെ പ്ലസ് ക്യാൻറ്റീൻ പൊളിച്ചാൽ ക്യാൻറ്റീൻ ഇപ്പോൾ കോളേജിനകത്തോട്ടാക്കി. പണ്ട് ക്യാൻറ്റീൻ കോളേജിന് പുറത്തായിരുന്നു. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം എല്ലാ ദിവസവും കഴിക്കാനെന്നും പറഞ്ഞ് കോളേജിന് പുറത്തിറങ്ങാമല്ലോ. ഹൈ 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 ദേ സെറബ എത്തിയിട്ടുണ്ട് ഇവിടെ. സോ അതാണ് സംഭവം. കണ്ടു ഗെയ്സ്, ദേ റിയാബ് ജോസഫ് എത്തിയിട്ടുണ്ട്. കേക്ക് പിടിച്ചോണ്ട് അപ്പം Very good, very good. Everyone is spoiling everything for me, guys. ഗെയ്സ് എല്ലാം പോയി ഗെയ്സ്. ഹായ്. എല്ലാ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഇങ്ങനെ വരത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, ഒപ്പം ബൈ. ഗൈസ്, ഇവിടെ എന്തോരം ഫോണുകളാണ്. എല്ലാം ചുറ്റിപ്പറ്റി നിൽക്കുന്നു ഈ വ്യക്തിയെ.
എല്ലാം where it started. Yeah. ഇവിടുന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഗൈസ്. അണ്ട് ഈ കുരിപ്പിൽ നിന്നല്ല, ആ പുറയിലുള്ള സ്ഥലത്ത് നിന്ന്. എന്തോ പറഞ്ഞു ഒന്ന് പറയാൻ പറയുന്നു. മുതലയോ ആ കൊച്ചിനെ കണ്ടു മുതലേന്ന് പറയാൻ ഒരു പൂക്കാലം തന്നു. അതെന്തായിരുന്നു? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ സെറബ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ സെറബയുടെ കേക്കൊക്കെ മുറിച്ചു. ഇന്നലെയും കേക്ക്, ഇന്നും കേക്ക്, സീനാണ്. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ മുറിച്ചു. ഇനിയിപ്പോ സെറബയ്ക്ക് സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചോണ്ടിരുന്ന ഞങ്ങള്. പിന്നെ അവള് പാർവതി പ്രദീപ് എന്ന് പറഞ്ഞ ഒരാള് പറഞ്ഞു കൊടുത്തു നമ്മൾ സിനിമ കാണാൻ പോവാന്ന്. സിനിമ വരുന്നോണ്ട് സിനിമയ്ക്ക് സമയമായി നമുക്ക് പോവാൻ. അതെ 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 അതെ, എന്നാ ചെയ്യാൻ. അപ്പോഴേക്കും ഗൈസ് നമ്മള് അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ഇനിയിപ്പോ നമ്മളിത് ഞാനേ, രാഹുൽ ബാബ്ഷെ, പാർവതി പ്രദീപ്, ശ്വേത ശ്രീകുമാറെ, പാർവതി പ്രദീപിനെ കണ്ടില്ല, കണ്ടു, സെറബിനെ കണ്ടോ? സെറബിനെ കണ്ടില്ല തോന്നുന്നു, സെറബ. പിന്നെ ഞങ്ങള് അപ്പം ഞങ്ങളെല്ലാരും എല്ലാരും വ്യൂവേഴ്സ് എല്ലാം കണ്ടു. ഇതാണ് സെറബയുടെ വീഡിയോ കേട്ടോ. ഇതാണ് സെറബയുടെ. അതെ അതെ, നോ, ഫാൻസ് ഒന്നും വന്ന് ശല്യം ചെയ്തെന്ന് അഭ്യർത്ഥിച്ചോളൂ. നല്ല സെറബ അങ്ങനെ KL23 എവിടെ, ഇന്ന് 23 എവിടെ കണ്ടാലും ആഘോഷമാണ്. ഓരോ 23 അത് പൊളിക്കും. നമ്മുടെ ക്ലാസ്സിൽ 23 ആരായിരുന്നു? ആരോ ആണ്. അപ്പൊ നമ്മള് ഇപ്പം ഞങ്ങളെല്ലാവരുമായിട്ട് സിനിമയ്ക്ക് പോവാണ്. ആനന്ദിലാണ് സിനിമ. നമ്മളിപ്പം സൂഷ് കാണാൻ പോവാണ്. അപ്പം അതാണ് സംഭവം. അപ്പൊ ഞങ്ങളിത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. അപ്പം ബാക്കി ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് സിനിമയൊക്കെ? സിനിമയായിരുന്നു. കണ്ടിരിക്കാം, രസമുള്ള സിനിമയാണ്. നല്ല സിനിമയായിരുന്നു. ട്വിസ്റ്റ് ഒക്കെ നൈസ് ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. എന്നിട്ട് ഇപ്പൊ ഫുഡ് കഴിക്കാൻ കൊക്കോയിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ അയ്യോ ഞങ്ങൾ ഇറങ്ങട്ടെ. സെറബ, ഹൗ വാസ് ദി ഫിലിം? ശരിക്കും കാണേണ്ട മൂവിയാണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. നല്ല സീരിയസ് സിറ്റുവേഷനിലാണെങ്കിലും കോമഡി പറയുമ്പോൾ അതൊരു മിസ്ഫിറ്റ് ആയിട്ടേ തോന്നുന്നില്ല. ലൈക് ആപ്റ്റ് ആയിട്ട് തന്നെ. സീരിയസ് സിറ്റുവേഷനിൽ കോമഡി ഉണ്ട്, നമ്മൾ ശരിക്കും ഇറ്റ് വാസ് ഗുഡ് ഫിലിം. നല്ലായിരുന്നു. ഞങ്ങളിവിടെ ഇപ്പൊ പാർക്ക് ചെയ്തു. റിയാബേറ്റ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം എനിക്ക് കുറെ ഷോർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എടുത്തു വന്ന സ്പോയിലർ ഇപ്പൊ ലൈക് ഒരു സീനിൽ നിന്ന് അടുത്ത സീനിലേക്കുള്ള ട്രാൻസിഷൻസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. ലൈക് അതിനകത്ത് ചില സീൻസ് ഒക്കെ ആണെങ്കിൽ ലൈക് ഒരെണ്ണം കഴിഞ്ഞ അടുത്തേക്ക് ഭയങ്കര ഫാസ്റ്റ് ആൻഡ് ഭയങ്കര സ്പീഡ് കൂട്ടി കുറയ്ക്കുന്ന സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു. മൊത്തത്തിൽ നല്ല സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ.
ഹായ് ഗായ്സ്. അപ്പൊ ഞങ്ങളുടെ ഫുഡൊക്കെ അടിച്ചു, കൊക്കോയിന്ന് വയറൊക്കെ നിറഞ്ഞു. ഇവർ റീലൊക്കെ എടുത്തു. എന്താണ് സാർ പറയാനുള്ളത്? ബർത്ത്ഡേ അങ്ങനെ 23 നവംബറിലെ 23 വയസ്സായ എന്റെ ആഘോഷ പരിപാടികൾ, കലാപരിപാടികൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു ബർത്ത്ഡേ പിന്നെയും കാണുന്നത് വരെ എല്ലാരും ഉണ്ടല്ലോ. അപ്പം സാറിന്റെ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ വീഡിയോ ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പം അടുത്തൊരു ബർത്ത്ഡേക്കായി ഇനിയും നമ്മൾ കാണുന്നത് വരെ നമസ്കാരം. നമസ്കാരം.